ശ്രീനാരായണ ഗുരുവിനെ ഓരോ നിറത്തിൻ്റെ വേലിക്കെട്ടുകൾക്കകത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ പല ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയക്താവുമായിരുന്നില്ല എന്നാണ്. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ പറയുന്നു സനാതനധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവക്ഷിക്കുന്നത് വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല. അദ്ദേഹം ഇതൊക്കെ ശരിയാണോ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പറഞ്ഞത്? പിണറായി വിജയൻ പറഞ്ഞത് ശുദ്ധ വിവരക്കേടാണ്. ഒരു മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട് AKG സെൻറ്ററിൽ ആ കസേരയിലിരുന്ന് എന്ത് വിടുവായത്തിനും വിളിച്ചു പറയാം. പക്ഷേ ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ല. അതെന്തുകൊണ്ടത്? തീർച്ചയായിട്ടും വർണ്ണാശ്രമ വ്യവസ്ഥയെക്കുറിച്ചും വർണ്ണാശ്രമ ധർമ്മം എന്നാണ് പറഞ്ഞത്. വർണ്ണാശ്രമ ധർമ്മമല്ല, വർണ്ണാശ്രമ വ്യവസ്ഥയാണ്. അതൊരു വ്യവസ്ഥയാണ്. വർണ്ണം സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയും ആശ്രമം വ്യക്തി അനുഷ്ഠിക്കേണ്ട വ്യവസ്ഥയിലും പെടുന്നതാണ്. അതുപോലും തിരിച്ചറിഞ്ഞൂടാത്ത ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി. കടന്നുപോയിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജാതിന്റെ പേരിൽ ജാതിയും വർണ്ണവും ഒന്നല്ലല്ലോ. അല്ല, അപ്പം ഹിന്ദുക്കളായിട്ടുള്ള ഒരുപാട് പേര് പൊട്ടന്മാരായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. ജാതി എവിടുന്ന് കടന്നു വന്നു, അത് ആചരിക്കാൻ ആര് പറഞ്ഞു? ഏത് ആധികാരിക ഗ്രന്ഥത്തിലുണ്ട്? ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ജാതി നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം. ശരിയാണ്, അപ്പൊ ഞാൻ സമ്മതിക്കുന്നു. പിന്നെ അതറിഞ്ഞുകൂടാത്ത പിണറായി വിജയൻ എന്താണ് ഈ വർണ്ണാശ്രമ ധർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, അതൊരു വ്യവസ്ഥയുടെ പേരാണ്. അതെ, അത് ശരിയാണ്. അദ്ദേഹം ചിലപ്പം അദ്ദേഹത്തിന് വേദത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഫിലോസഫിയെ പറ്റിയിട്ടൊക്കെയുള്ള ജ്ഞാനം ചിലപ്പം പിണറായി വിജയൻ ഉണ്ടായിരിക്കില്ല. പക്ഷെ ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള കൊടിയ രീതിയിലുള്ള ഞാനൊന്ന് പറഞ്ഞു കേട്ടെ, ജാതിപരമായിട്ടുള്ള ആക്രമണം വലിയ രീതിയിൽ ഒരുപാട് ജനസമൂഹം നേരിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വലിയൊരു പാരമ്പര്യമൊക്കെ നമ്മുടെ നാട് പേരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അതിനകത്തൊക്കെ വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞതിലേക്ക് കടന്നു വരാം. വേദത്തെക്കുറിച്ചോ വേദാന്തത്തെക്കുറിച്ചോ ഉപനിഷത്തുക്കളെക്കുറിച്ചോ അറിഞ്ഞുകൂടെങ്കിൽ മിണ്ടാതിരിക്കുകയാണ് അഭികാമ്യം. ഒരു മുഖ്യമന്ത്രി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള തെറ്റുകൾ പറയാൻ പാടില്ല. അതൊന്നാമത്തെ കാര്യം. വേദത്തിനെ പറ്റിയിട്ടോ ഉപനിഷത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേദാന്തത്തിനെ പറ്റിയിട്ടൊക്കെ ഇവിടെയുള്ള എത്ര ഹിന്ദുക്കൾക്ക് പോലും അറിയും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു നിലയ്ക്ക് പിണറായി വിജയനും അത് അറിയില്ല. എനിക്കറിയാൻ പാടില്ല, ഞാനൊരു ഹിന്ദുവാണ്, എനിക്കറിയാൻ പാടില്ല. അത് വേദത്തിന്റെയോ വേദാന്തത്തിന്റെയോ കുറ്റമല്ല. ഒരു വിഷയം നമുക്ക് അറിഞ്ഞുകൂടാത്തത് ആ വിഷയത്തിൻ്റെ കുറ്റമല്ല, അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇവിടെ പിണറായി വിജയൻ അത് അന്വേഷിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അവരവരുടെ ആവശ്യം. ഇപ്പം നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഈ വിഷയം അന്വേഷിച്ച് പോയി കണ്ടെത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല. മിണ്ടാതിരിക്കുകയാണ് അവിടെ അഭികാമ്യം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, വർണ്ണാശ്രമ വ്യവസ്ഥയിൽ എവിടെയാണ് ജാതി പറഞ്ഞിരിക്കുന്നത്? എവിടാണ് വേദത്തിലും വേദാന്തത്തിലും സനാതനധർമ്മത്തിലും എവിടെയാണ് ജാതി ഉള്ളത്? ജാതി എന്നൊരു ആചാരം, അതൊരു ദുരാചാരം സമൂഹത്തിൽ ഇടക്കാലത്ത് കടന്നുകൂടി. പ്രാചീന കാലത്ത് അതില്ലായിരുന്നു എന്നുള്ളതിന് ആ ശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ തന്നെയാണ് തെളിവ്. അതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വരുത്തി തീർക്കാം. അത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു കഴിഞ്ഞിട്ട് ശ്രീനാരായണ ഗുരുവിനെ വിലയിരുത്തുന്നത് പോലെ ഉള്ളൂ. അത്രേ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വെച്ചല്ല ശ്രീനാരായണ ഗുരുദേവനെ വിലയിരുത്തേണ്ടത്. അദ്ദേഹത്തിനെ വിലയിരുത്തേണ്ടത് സനാതനധർമ്മത്തിൻ്റെ വെളിച്ചത്തിൽ വേണം. സനാതനധർമ്മം ആണ് ഗുരു പുനഃസ്ഥാപിച്ചത്. സനാതനധർമ്മത്തിൽ കടന്നുകൂടിയ അഴുക്കും ചെളിയും അതിലെ മാറാലകളും മാലിന്യങ്ങളും എല്ലാം തൂത്തുകളഞ്ഞ് അതിനെ വൃത്തിയാക്കി ആ പഴയ പ്രൗഢിയോടുകൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. സമൂഹത്തിൽ അത് സ്ഥാപിച്ചു. അല്ലാതെ വെറുതെ ഒരു കല്ലെടുത്ത് അരുവിപ്പുറത്ത് വെച്ച് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുക മാത്രമല്ല ഗുരു ചെയ്തത്. മറിച്ച് അദ്ദേഹം ആ പ്രതിഷ്ഠകളിലൂടെ സനാതനധർമ്മത്തെ അകന്നുപോയ ജനങ്ങൾ, സനാതനധർമ്മത്തിൽ നിന്ന് അകന്നുപോയ ഒരു കാലം, ആ കാലത്ത് അവരെ തിരിച്ച് സനാതനധർമ്മത്തിലേക്ക് അടുപ്പിച്ച് അവരിലേക്ക് സനാതനധർമ്മത്തെ പുനഃപ്രതിഷ്ഠിക്കുകയാണ് ഗുരുദേവൻ ചെയ്തത്. അത് മനസ്സിലാക്കാതെ ഗുരുദേവനെ സനാതനധർമ്മത്തെയൊക്കെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ സനാതനധർമ്മത്തെ കുറ്റം പറയുന്നത് ശരിയല്ല. ശ്രീനാരായണ ഗുരുവിനെ അംഗീകരിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ ഇങ്ങനെയാണോ അംഗീകരിക്കുന്നത്? എന്താ, ഗുരു ഒരു നവയുഗ ധർമ്മം, പിന്നെ ഒരു ലോകം സൃഷ്ടിച്ചു, മാനവിക ധർമ്മം. വേദത്തിൽ മാത്രമേ മാനവിക ധർമ്മം ഉള്ളൂ. സനാതനം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം അതാണ്. അല്ല, ആ ഒരു ചിന്ത എന്ന് പറയുന്നത് ഖുറാൻ മാത്രമാണ് സത്യം എന്ന് പറയുന്ന പോലെ അല്ലല്ല. അത് നമുക്കത് പഠിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ മനുഷ്യനാകാൻ ഉപദേശിക്കുന്ന ഒരു ഗ്രന്ഥം കാണിച്ചു തരാൻ പറ്റുമോ? ഒരു വരി പറഞ്ഞു തരാൻ പറ്റുമോ? വേദത്തിൽ മാത്രമേ ഉള്ളൂ. ഋഗ്വേദത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, മനുർഭവ ജനയാ ദൈവ്യം ജനം, മനുഷ്യനാകൂ, ദിവ്യഗുണശാലിയായ ജനതയെ സൃഷ്ടിക്കുന്നു. ഈ വരി കാണാത്ത ആളാണോ പിണറായി വിജയൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശകന്മാർ?
അപ്പോൾ ഇതൊക്കെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഗുരു ഹിന്ദുവല്ല, ഗുരു സനാതന ധർമ്മിയല്ല, അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് ഗുരു ഒരു പുതിയ അവതാരമാണ്, പുതിയ എന്താ പറയേണ്ട ഒരു സംവിധാനമാണ്. സനാതന ധർമ്മത്തിൽ ഇത്തരത്തിലുള്ള അവതാര പുരുഷന്മാർ എല്ലാ കാലത്തും ഉണ്ടാകും. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, അത് സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. അതിൽ വരുന്ന ഈ ഇത്തരത്തിലുള്ള അപകടങ്ങളും കുഴപ്പങ്ങളും എന്താ പറയേണ്ട നീക്കം ചെയ്ത് അതിൻ്റെ പ്രകാശം എല്ലായിടത്തും പരത്താൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളിൽ ഇത്തരം അവതാര പുരുഷന്മാർ മഹാപുരുഷന്മാരുണ്ടാകും. അത് ധർമ്മം, സനാതനധർമ്മം തന്നെ പറയുന്നുണ്ട്. എത്ര തെളിവുകൾ വേണം അതിന്? അപ്പോൾ അതൊന്നുമല്ല പിണറായി വിജയൻ്റെ ലക്ഷ്യം. വളരെ കൃത്യമായിട്ട് അതിനകത്തൊരു രാഷ്ട്രീയ കണ്ണുവെച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ അത് ഗുരുദേവൻ്റെ ഇതിൽ ചാരിക്കൊണ്ടത് വേണ്ട. ഗുരുദേവനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗുരുദേവൻ എല്ലാവരുടേതുമാണ്. പിണറായി വിജയൻ എന്തായാലും മറ്റ് രാഷ്ട്രീയക്കാർ കാണിക്കുന്ന കണ്ണിങ്നെസ്സും അതോടൊപ്പം തന്നെ തന്ത്രമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വാക്കുകളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അത് ചിലപ്പം വിവരക്കേടായിരിക്കാം. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു ക്ലാസിക് ആയിരുന്നു, ഒരു ടൈംലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ അദ്ദേഹം ഹിന്ദുവാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? അത് അദ്ദേഹത്തിനെ തന്നെ നമ്മൾ എന്താ പറയുക മോശമാക്കുന്ന പോലെയല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ അങ്ങനെ ഏതെങ്കിലും ഒരു പട്ടികയിൽ ഒരു കള്ളിയിൽ പെടുത്താൻ പറ്റുന്നയാളല്ല. അദ്ദേഹം ഒരു വിശ്വമഹാപുരുഷനാണ്, യുഗപുരുഷനാണ്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നു? ഇതുപോലെയുള്ള വിവരക്കേടുകൾ സമൂഹത്തിൽ വരുമ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞല്ലോ. ഞാൻ ഗുരുദേവൻ പറഞ്ഞൊരു വലിയ വാചകം ഞാൻ പറയാം. ഗുരുദേവൻ പറഞ്ഞു, നാമും പിന്തുടരുന്നത് ശങ്കരൻ്റെ മതം തന്നെ. അതായത് ആദിശങ്കരൻ്റെ അദ്വൈത വേദാന്ത ചിന്തയാണ് ഞാനും പിന്തുടരുന്നത് എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. അദ്ദേഹം ജീവൻ മുക്തനായതുകൊണ്ട് ഞാൻ എന്ന വാക്ക് ഉപയോഗിച്ചില്ല. അദ്ദേഹം പറഞ്ഞു നാമും പിന്തുടരുന്നത് ആ ശങ്കരൻ്റെ ആ അദ്വൈത വേദാന്ത ചിന്തയെ തന്നെയാണ് നാമും പിന്തുടരുന്നത്. ഈ പിണറായി വിജയൻ അങ്ങനെയാണെങ്കിൽ ഈ ഗുരുദേവനെ സ്വീകരിച്ച പിണറായി വിജയൻ ശങ്കരനെ സ്വീകരിക്കുമോ? ശങ്കരനെ അകറ്റി നിർത്താനുള്ള ഇതല്ലേ അദ്ദേഹം പറഞ്ഞത്, വർണ്ണാശ്രമ ധർമ്മം എന്നൊക്കെ. അപ്പോൾ ഇത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഹിന്ദുക്കളിൽ നിന്ന് ഗുരുദേവനെ അടർത്തിക്കൊണ്ടുപോയി ഗുരുദേവൻ വേറൊന്നാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഗുരുദേവൻ എല്ലാവരുടെയും ആയിക്കോട്ടെ, ഗുരുദേവൻ എല്ലാവരുടേതുമാണല്ലോ, അങ്ങനെ ആയിക്കോട്ടെ എന്നല്ല, ആണ്. അതിനൊരു വ്യത്യാസവും ഇല്ല. ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതുമല്ല. അദ്ദേഹം എല്ലാ മനുഷ്യരുടേതുമാണ്, എല്ലാ മുഴുവൻ ലോകത്തിൻ്റെതുമാണ് ഗുരുദേവൻ. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഗുരുദേവൻ്റെ ഏതെങ്കിലും ഒരു കൃതി നിങ്ങൾ എടുക്കൂ, അത് ഈ പറയുന്ന സനാതനധർമ്മത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കൃതി കാണിച്ചു തരാമോ? ഞാൻ പിണറായി വിജയനെ വെല്ലുവിളിക്കുകയാണ്. മുഖ്യമന്ത്രിയാണല്ലോ, അദ്ദേഹം മറുപടി പറയട്ടെ. ഒരുപാട് ഉപദേശകന്മാരുണ്ടല്ലോ, വലിയ തത്വചിന്തകന്മാരുണ്ടല്ലോ, വലിയ പണ്ഡിതന്മാരുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെ. എന്താ പിണറായി വിജയന് മറുപടിയില്ലേ? ഈ കാര്യത്തിന് മറുപടി പറയട്ടെ. സനാതനധർമ്മത്തിൽ നിന്ന്, സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പുതുതായിട്ടൊരു കാര്യം ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടോ? കാറൽ മാർക്സിൻ്റെ കാര്യത്തിൽ ശരിയാണ്, കാരണം അത് സനാതനധർമ്മമൊന്നുമല്ല. അത് മാർക്സ് പറഞ്ഞത് സനാതനധർമ്മത്തിൽ പെടുത്താവുന്നതല്ല. അത് മനുഷ്യൻ്റെ ഭൗതികമായ വെറും സ്വാർത്ഥപരമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. അത് വെച്ച് ദയവായി ഗുരുദേവനെ വ്യാഖ്യാനിക്കാൻ വരരുതേ എന്നൊരു അപേക്ഷയുണ്ട്. ഗുരുദേവൻ വളരെ കൃത്യമായിട്ട് സനാതനധർമ്മത്തെ തന്നെയാണ് വ്യാഖ്യാനിച്ചത്. അത് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് അകന്നുപോയ ജനതയെ, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ചു പോയ ഒരു ജനതയെ തിരിച്ചു കൊണ്ടുവന്ന് അവരിലേക്ക് സനാതനധർമ്മത്തിൻ്റെ യഥാർത്ഥ പ്രകാശത്തെ, ആ സത്യത്തെ അദ്ദേഹം പുനഃപ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. സനാതനധർമ്മം നമ്മൾ ഇന്നിപ്പോൾ ഈ കാണുന്ന പോലുള്ള ഒരു സങ്കുചിത ഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വിശാലമായിട്ടുള്ള ഗുരുദേവൻ എവിടെയാണ് സങ്കുചിതം പറഞ്ഞത്? അദ്ദേഹം വിശ്വമാനവികതയല്ലേ പറഞ്ഞത്? അദ്ദേഹം സനാതനധർമ്മം, ഞാൻ പറയട്ടെ, അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സനാതനധർമ്മത്തെയൊക്കെ സങ്കുചിതമാക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും പല ഭാഗത്തുനിന്നും നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതെ, അതൊക്കെ അവിടെ കയ്യിലിരിക്കുകയുള്ളൂ അത്തരം ശ്രമങ്ങളെല്ലാം. അവരോടും നമുക്ക് പറയാനുള്ളത്, സനാതനധർമ്മം എങ്ങനെയാണോ സൂര്യൻ്റെ പ്രകാശം ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നത്, ഈ ഭൂമിയിലെമ്പാടും വ്യാപിക്കുന്നത്, അതുപോലെ സനാതനധർമ്മവും അതിനെ സംബന്ധിക്കുന്ന ആചാര അനുഷ്ഠാന പദ്ധതികളും ഒക്കെ, ആ സംസ്കാരവും ഒക്കെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അത് സാർവജനീനമാണ്, സാർവലൗകികമാണ്. അതെല്ലാവർക്കും ആ നിയമം ബാധകമാണ്, ഒരുപോലെയാണ്. അത് മനുഷ്യനെ മനുഷ്യത്വത്തിലേക്ക്, അതാണ് ഗുരുദേവൻ പറഞ്ഞത്, മനുഷ്യാണാം മനുഷ്യത്വം, മനുഷ്യൻ്റെ ഗുണം മനുഷ്യത്വമാണ്, മൃഗത്വമല്ല.
ഈ കൈ നനയാതെ മീൻ പിടിക്കാനുള്ള ഈ രാഷ്ട്രീയ അടവുകളൊക്കെ കയ്യിൽ വെച്ചാൽ മതി എല്ലാ രാഷ്ട്രീയക്കാരും. അതും കൊണ്ട് ഗുരുദേവനെ ദയവായിട്ട് ഉപദ്രവിക്കരുത്. ഗുരുവിൻ്റെ സിദ്ധാന്തങ്ങൾ, ഗുരുവിൻ്റെ ദർശനങ്ങൾ അത് ലോകത്തിന് വെളിച്ചമാണ്, ലോകത്തിന് വഴികാട്ടിയാണ്. അതിലേക്ക് ദയവായി വിഷം കലർത്താൻ ആരും വരരുതേ എന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ ഒരു മുഖ്യമന്ത്രി പറഞ്ഞത് സനാതനധർമ്മത്തെക്കുറിച്ച് ഗുരുവിന് ഒരു മിഥ്യാധാരണയുമില്ല. ശരിയാണ്, സനാതനധർമ്മത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ശരിയായ കാഴ്ചപ്പാടേ ഉള്ളൂ. അത് കഴിഞ്ഞ് പറഞ്ഞതാണ് പിന്നെ ഗുരു എന്താ പറയണ്ടേ, ഈ പുതിയ ഒരു നവയുഗ ധർമ്മം ആണ് ഗുരു മുന്നോട്ട് വെച്ചതെന്ന്. ഈ ഒന്നാമത്തെ കാര്യം, ധർമ്മത്തിന് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സനാതനമാണ്, അതിനെ കാലം ബാധിക്കില്ല. സത്യം പറയണം, എല്ലാ കാലത്തും ഒരുപോലെയാണ്, സത്യം പറയണം. അല്ലാതെ 100 കൊല്ലം മുമ്പ് വേണ്ട പകുതി സത്യം പറഞ്ഞാൽ മതി, അങ്ങനൊരു നിയമമില്ല. മനുഷ്യൻ സത്യം പറയണം എന്നുള്ളത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാനായിട്ട് ഉള്ള ഒരു നിയമമാണ്. അപ്പോൾ ഇവിടെ ഗുരുദേവൻ പുതുതായിട്ട് എന്ത് ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്? അദ്ദേഹം ചെയ്തത് ഒരു മഹത്തായ വിപ്ലവമാണ്, ആചാര വിപ്ലവമാണ്, വിചാര വിപ്ലവമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഉണ്ടായിരുന്ന അഴുക്കുകളെ മുഴുവനും എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് സനാതനധർമ്മത്തെ അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും എല്ലാ ഭംഗിയോടും എല്ലാ മനോഹാരിതയോടും കൂടി അദ്ദേഹം അതിനെ മനുഷ്യരുടെ ഇടയിൽ, അദ്ദേഹം കേരളത്തിലാണ്, അരുവിപ്പുറത്താണ് ആ പ്രതിഷ്ഠ നടത്തിയതെങ്കിൽ അത് ലോകം മുഴുവനും ഉള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. അത് സനാതനധർമ്മത്തെയാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. കേവലം ഒരു കല്ലെടുത്ത് വെക്കുകയല്ല അദ്ദേഹം ചെയ്തത്. ആ കല്ലവിടെ അത് പ്രതീകമാണ്, ആ ശിവലിംഗം അവിടെ പ്രതീകമാണ്. മറിച്ച് അത് ലോകത്തിനുള്ള വെളിച്ചമായി മാറണം എന്നുദ്ദേശിച്ചാണ് ഗുരുദേവൻ ആ പ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ സനാതനധർമ്മത്തെ, നാമും ശങ്കരൻ്റെ അദ്വൈതത്തെ തന്നെയാണ് പിന്തുടരുന്നത് എന്ന് പറഞ്ഞ ഗുരുവിനെ മനസ്സിലാക്കാതെയാണ് ഈ രാഷ്ട്രീയ കളിയെങ്കിൽ ശരി, നമുക്ക് സങ്കടമുണ്ട്. അല്ലയോ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് തീർച്ചയായിട്ടും ഒന്ന് പിന്തിരിഞ്ഞു നോക്കി അറിവുള്ളവരോട് ചോദിച്ച് ഗുരുദേവനെ പഠിക്കുക. ഗുരുദേവനെ രാഷ്ട്രീയ ആയുധമാക്കരുത്. അദ്ദേഹം ലോകത്തിൻ്റെ പ്രകാശമായിട്ട് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ആ പ്രകാശത്തിലേക്ക് ഇരുട്ട് വീഴ്ത്താൻ അങ്ങ് ശ്രമിക്കരുത് എന്ന് വളരെ വിനീതമായി അപേക്ഷിച്ചു കൊള്ളുന്നു. എന്തായാലും ശ്രീനാരായണ ഗുരു ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ ടൈംലെസ് ആണ്, ക്ലാസിക്കാണ്. അദ്ദേഹത്തെ ഒരു കേവലമായിട്ടുള്ള ഒറ്റ ഐഡൻറ്റിറ്റിയിലോ ഒരു നിറത്തിൻ്റെ ഉള്ളിലോ ആരും കെട്ടിച്ചാർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാതിരിക്കട്ടെ. അദ്ദേഹം ഒരു വലിയൊരു വിശാലമായിട്ടുള്ളൊരു ആകാശമാണ്. ഈ സനാതന ധർമ്മം പിന്തുടരുന്ന എല്ലാവർക്കും മനുഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനും സാധിക്കട്ടെ. ആ ധർമ്മത്തെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. തീർച്ചയായിട്ടും അതാണ് ഗുരുദേവൻ പറഞ്ഞതും ഗുരുദേവൻ നൽകിയ സന്ദേശവും ഒക്കെ അതാണ്. ആ ഗുരുവിനെ അങ്ങനെ ഏതെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കേണ്ട. അദ്ദേഹം എല്ലാവരുടേതുമാണ്, ലോകത്തിൻ്റേതാണ്.